കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പറവൂരിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് BRM ഷഫീർ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവിനെതിരായി CPIM നടത്തുന്ന കുപ്രചരണങ്ങൾക്കെതിരെ കോൺഗ്രസ് പറവൂർ വടക്കേക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പറവൂരിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. യോഗത്തിന് മുന്നോടിയായി പറവൂർ ചേന്നമംഗലം ജംഗ്ഷന് സമീപത്തു നിന്നും നൂറുകണക്കിന് ആളുകൾ അണിനിരന്ന ശക്തി പ്രകടനം നടന്നു. മെയിൻ റോഡ് വഴിയെത്തിയ പ്രകടനം മുനിസിപ്പൽ കവല ചുറ്റി പഴയ ടാക്സി സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം കോൺഗ്രസ് വക്താവ് BRM ഷമീർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് MS റജി അധ്യക്ഷത വഹിച്ചു. മുൻ MP KP ധനവാരൻ, നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ, നേതാക്കളായ KV പോൾ, ബാബു പുത്തനങ്ങാടി, കൊച്ചുത്രേസ്യ ജോയ്, ഫ്രാൻസിസ് വലിയപറമ്പിൽ, PS രഞ്ജിത്ത്, MJ രാജു, ഡെന്നി തോമസ്, VH ജമാൽ, വിജു ചുള്ളിക്കാട്, MA നസീർ, PK ഉല്ലാസ്, ശ്രീജിത്ത് മനോഹർ, MD മധുലാൽ, PM സുദർശനൻ, രമേഷ് ടി കുറുപ്പ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. CPM വല്ലാതെ ചെറുന്നുകളായിരുന്നു. ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന് വളവളാന്ന് പറയുന്നവന്മാരെയും വിളിച്ചുകൊണ്ടുവന്നിരുത്തി കേരളത്തിൽ പഠിച്ച കാര്യങ്ങൾ പറയുന്ന പ്രതിപക്ഷ നേതാവിനെ അങ്ങ് ചൊറഞ്ഞു കളയാമെന്ന് വിചാരിച്ചാൽ CPM നിങ്ങൾ തീക്കൊള്ളുകൊണ്ട് തലവെറിയുന്നതിന് തുല്യമായി മാറും. ഇവിടെ ഇപ്പോൾ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പേരെന്താണ്? ഇതിന് തന്നെ എന്റെ പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതല്ല. പക്ഷേ ഒരു കേസിന്റെ കാര്യം പറയുമ്പോൾ ആധികാരികമായി പറയണമല്ലോ. നിങ്ങളുടെ വാർത്താ സമ്മേളനം കണ്ടു. BD സതീശൻ എന്ന് പറയുന്ന കേരളത്തിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവും ലക്ഷക്കണക്കിന് കോൺഗ്രസുകാരുടെ ഏറ്റവും വലിയ ആദരവ് ഏറ്റുവാങ്ങിയ നിങ്ങളുടെ നേതാവിന് വടക്കൻ പറവൂരിൽ ഇങ്ങനെയാണെങ്കിൽ കാലുകുത്താൻ അനുവദിക്കുകയില്ല. ഏരിയ കമ്മിറ്റി അംഗത്തിനോട്, എന്റെ പ്രസംഗം ശ്രമിക്കുന്ന സഖാക്കളോട് ഒരു ക്രൈം നമ്പർ എന്നെടുത്ത് എഴുതണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ക്രൈം നമ്പർ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ, എറണാകുളം യൂണിറ്റ് പോലീസ് സ്റ്റേഷൻ. ഒന്ന് കയറി ചൊറഞ്ഞതല്ലേ, ഇനി നമുക്കൊന്ന് മാന്തിയിട്ട് പോവാം. മനസ്സിലായോ? വകുപ്പ് ദ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 1988 സെക്ഷൻ 13 ക്ലോസ് 1 സബ്സെക്ഷൻസ് A റെഡ് വിത്ത് 15. കൂടാതെ IPC-യിലെ 409 120B. എന്താണ് വകുപ്പ് എന്നറിയോ? വകുപ്പ് വേറെ ഒന്നുമില്ല. ഭരണസമിതിയിലെ ഒരു ബാങ്കിലെ ഒരു ഭരണസമിതി അംഗമായിരുന്നു ഈ ആചാർ. ഭരണസമിതി അംഗമെന്ന നിലയിൽ അവിടെ വ്യാജ ലോണുകൾ ഉണ്ടാക്കിയെടുക്കുകയും ഒരേ പ്രമാണം വെച്ച് തന്നെ പലർക്കും വ്യാജ ലോൺ എടുക്കുകയും CPM-ന്റെ സഖാക്കന്മാർക്കും അവരുടെ അനുബന്ധ സംബന്ധികൾക്കും മാത്രമായി കോടിക്കണക്കിന് രൂപയുടെ തിരിമറി നടത്തുകയും ബാങ്കിനെ അപ്പാടെ മുടിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ഭരണസമിതി എടുത്ത തീരുമാനത്തിനെതിരായി വിജിലൻസ് എടുത്ത കേസാ. ആരാ വിജിലൻസിന്റെ തലപ്പത്ത്? പിണറായി വിജയൻ. ആർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്? ഈ പറഞ്ഞവരെതിരായി. ഏത് വകുപ്പ്? അഴിമതി നിരോധന വകുപ്പ്. എത്ര കോടി? 200 കോടി. കൂടാതെ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇയാളൊരു വക്കീലിനെ വെച്ചത്രേ. ഞെട്ടിപ്പോകും നിങ്ങളുടെ കണക്ക്. എന്റെ ശബ്ദം ഏതെങ്കിലും CPM-ന്റെ സഖാക്കന്മാർ കാണുന്നുണ്ടെങ്കിൽ ആ വക്കീലിനെ വെച്ച കണക്ക് ഞാൻ എടുത്തു. കണക്കെടുത്തപ്പോ വക്കീലിന് കൊടുത്തതായിട്ട് എഴുതി വെച്ചിരിക്കുന്നതും കൊടുത്തതായിട്ട് എഴുതി വെച്ചിരിക്കുന്നതും എത്ര രൂപയാണ് ആകെ കൊടുത്തതുമെന്നുള്ള സംബന്ധിച്ചുള്ള കൃത്യമായ കണക്കുകൾ ഞങ്ങൾ ശേഖരിച്ചു. ശേഖരിച്ചപ്പോ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിയാണ് ആ FIR-ലൂടെ പുറത്തു വരുന്നത്. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ആ FIR വെക്കുകയാണ്. നിങ്ങൾക്കറിയാം, അതിനകത്ത് ഏറ്റവും അവസാനം പറഞ്ഞു പോകുന്നുണ്ട് 3 മാസത്തെ ഫീസ് ഇനത്തിൽ 58,25,000 രൂപയും. എത്ര?
58,28,000 രൂപയും ആദ്യ ഗഡുവായി 7.5 ലക്ഷം രൂപയും രണ്ടാമത്തെ ഗഡുവായി 58,25,000 രൂപയും ഉൾപ്പെടെ 78,50,000 രൂപ. എത്ര ഒരു വക്കീലിന് ഫീസ് കൊടുത്തതേ? എത്ര? 78,50,000 രൂപ ഞങ്ങളൊന്ന് സ്വകാര്യമായി തടയിച്ചു. ഈ വക്കീലിന് എത്ര കിട്ടി? 3 പോലും കിട്ടിയില്ല. ആര് കൊണ്ടുപോയി? അത് പറയേണ്ടവർ പറയും. സഖാവേ, ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോ. വെറുതെ ചുമ്മാ ഇരിക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ വെറുതെ കയറി ചൊറിഞ്ഞാൽ ഞങ്ങളെപ്പോലെ 100 കണക്കിന് ആളുകൾ വന്ന് രേഖകൾ വെച്ച് നിന്റെ ജാതകം വരെ എടുത്ത് നിന്റെ എല്ലാ അടിവേര് വരെ പറിച്ചിളക്കി കേരളത്തിന്റെ തെരുവുകളിൽ വിചാരണ ചെയ്യുന്ന കാലമാണ് കടന്നു വരാൻ പോകുന്നത്. ഒരു കാര്യം കൂടി നിങ്ങൾ പറഞ്ഞുതരാം. കൂടുതൽ കളിച്ചാൽ നിന്റെ ഓഫീസിനകത്തേക്ക് ഈട് വരും, നിന്റെ ഓഫീസിനകത്തേക്ക് CBI വരും, സകലമായ അന്വേഷണ ഏജൻസികളും കണ്ണുകയറും. ജനങ്ങളെ കൊള്ളയടിച്ച, ബാങ്കിനെ കൊള്ളയടിച്ച, പൊതുമുതലുകൾ കട്ട തിരിമറികൾ നടത്തിയ അഭിഭാഷകന് കൊടുക്കാമെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ എഴുതിയെടുത്ത് ഒരു ബാങ്കിനെ മുഴുവൻ മുച്ചൂടും മുടിച്ച ഏരിയ കമ്മിറ്റിയുടെ നേതാവിനോട് ഒരൊറ്റക്കാരനെ പറയാനുള്ളൂ. കണക്കുകൾ നിങ്ങൾക്കെതിരാണ്. കൂടുതൽ കളിച്ചാൽ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ജയിലിനകത്ത് കിടക്കാനുള്ള സകലമായ തെളിവുകളും ഞങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ വെറുതെ ഒന്ന് ഓർമ്മപ്പെടുത്തതേ ഉള്ളൂ. ആർക്ക്? ഏരിയ കമ്മിറ്റി അംഗത്തിന്. ഇത് പിടിച്ചോ, പോവാൻ നേരത്തെ എനിക്ക് തരണം. ആർക്കും പോയാ ഓരോന്നാട്ടെടുക്കാം. അല്ല, ചൊറിയാൻ വന്നല്ലേ? വെറുതെ കയറി ചൊറിയാൻ വന്നല്ലേ? ഇനി നമുക്കൊന്ന് മാന്തി പോവാം. അതുപോലെ അയാൾക്കത് പോരെ? മതി.